ജ്വാലാമുഖികൾ തഴുകിയിറങ്ങി മാനസ ഗംഗാരാഗം ഇരുഹൃദയങ്ങളിൽ ഇളകിരമ്പി കണ്ണീർ കടലിൻ മൗനം ജ്വാലാമുഖികൾ തഴുകിയിറങ്ങി മാനസ ഗംഗാരാഗം. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും NSK രാഗപരിചയത്തിലേക്ക് സുസ്വാഗതം. ഞാൻ നിലമ്പൂർ സുനിൽ. NSK രാഗപരിചയത്തിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന രാഗം ഹംസാനന്ദി. 53ാമത് അമ്മ രാഗമായ ഗമനശ്രമയിൽ ജനിച്ച രാഗമാണ് ഹംസാനന്ദി. ഗമനശ്രമയിലെ പഞ്ചമമില്ലാത്ത രാഗം എന്ന് പറയാം. ഷഡ്ജം, ശുദ്ധരിഷഭം, അന്ധരഗാന്ധാരം, പ്രതിമധ്യമം, ചതുശ്രുതി ദൈവതം, കാകളി നിഷാദം എന്നിവയാണ് സ്വരസ്ഥാനങ്ങൾ. ഒരുപാട് ശ്രോതാക്കൾ രാഗങ്ങളുടെ കോഡ്സ് പറയണമെന്ന് പറയുകയുണ്ടായി. അതിനാൽ ഹംസാനന്ദി രാഗത്തിൻ്റെ കോഡ്സാണ് പറയുന്നത്. സി, സി ഷാർപ്പ്, ഇ, എഫ് ഷാർപ്പ്, എ, ബി. ഇതാണ് ഹംസാനന്ദി രാഗത്തിൻ്റെ വെസ്റ്റേൺ കോഡ്സ്. മ, ധ എന്നിവയാണ് ജീവസ്വരങ്ങൾ. സ, ഗ, നി എന്നിവയാണ് ഗൃഹസ്വരങ്ങൾ. ഭക്തി, കരുണ എന്നീ ഭാവമാണ് ഈ രാഗം കൂടുതൽ ജനിപ്പിക്കുന്നത്. പക്ഷേ ഈ രാഗത്തിനൊരു പ്രത്യേകതയുണ്ട്. എല്ലാ ഭാവവും വിരിയിക്കാൻ കഴിയുന്ന ഒരു രാഗം തന്നെയാണ് ഹംസാനന്ദി. ഏത് ഭാവത്തിൻ്റെയും തീക്ഷ്ണമായ അവസ്ഥ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു രാഗമാണ് ഹംസാനന്ദി. ഈ രാഗത്തിന് തത്തുല്യമായ രാഗം ഹിന്ദുസ്ഥാനിയിൽ മാർവദാട്ടിൽ ജനിച്ച സോഹിനി എന്ന രാഗമാണ്. ഒരുപാട് കൃതികൾ ഈ രാഗത്തിലുണ്ട്. ധാരാളം കൃതികളുണ്ട്. ഏത് ഭാവത്തെയും തീക്ഷ്ണമായി സൃഷ്ടിക്കാൻ കഴിയുന്ന ഈ രാഗത്തിൽ ഗാനങ്ങൾ വളരെ കുറവാണ്. അതിൻ്റെ കാരണം ഈ രാഗത്തിൻ്റെ ഭാവ തീവ്രത ഉൾക്കൊണ്ടുകൊണ്ട് ഗാനം ചമയ്ക്കുവാനുള്ള ഒരു പ്രയാസം തന്നെയാണെന്നാണ് നമുക്ക് അനുമാനിക്കേണ്ടത്. ധാരാളം കൃതികൾ ഈ രാഗത്തിലുണ്ടെന്ന് പറഞ്ഞല്ലോ. സ്വാതി തിരുനാളിൻ്റെ ജഗത് ജനനി പാഹി എന്ന കൃതി, മുത്തയ്യ ഭാഗവതരുടെ നീതു മഹിമ എന്ന കൃതി, ലളിതാദാസരുടെ പാവനഗുരു പവനപുര എന്ന കൃതി, അതുപോലെ പാപനാശം ശിവന്റെ ഏറുമയിലേറി എന്ന കൃതി, ശ്രീനിവാസ തിരു വേങ്കടമുടയ എന്ന കൃതി, സ്വാതി തിരുനാൾ മഹാരാജാവിൻ്റെ തന്നെ മറ്റൊരു മനോഹരമായ പദമാണ് ഹന്ത ഞാൻ എന്തു ചെയ്യൂ എന്നത്. ഇങ്ങനെ ഒരുപാട് കൃതികൾ ഈ രാഗത്തിലുണ്ട്. നമുക്ക് ഹംസാനന്ദി രാഗത്തിൻ്റെ ആലാപനം ഒന്ന് ചൊല്ലാം. സരി ഗമ ധനി സാ സാനി ധമ ഗരി സാ ഹംസാനന്ദി 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 ഹംസാനന്ദി. ഹന്ത ഞാൻ എന്തു ചെയ്യൂ മാത്പ്രിയ സഖി അല്ലലിഹ വളരുന്നു. ഹന്ത ഞാൻ എന്തു ചെയ്യൂ
സഖി അല്ലലിക വളരുന്നു അന്ത ഞാൻ എന്തു ചെയ്യൂ. സ്വാതി തിരുനാൾ മഹാരാജാവിൻ്റെ അതിമനോഹരമായ മോഹിനിയാട്ടത്തിലെ ഒരു പദമാണിത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ മറ്റൊരു കൃതിയാണ് ജഗജ്ജനനീ പാഹി. ജഗജ്ജനനീ പാഹി പാഹി മാം കരുണയാ പങ്കേരുക നയനേ. ജഗജ്ജനനീ പാഹി പാഹി മാം കരുണയാ പങ്കേരുക നയനേ. ജഗജ്ജനനീ പാഹി. അതുപോലെ പാപനാശ ശിവന്റെ ശ്രീനിവാസ തിരുവേങ്കടമുടയാ. ശ്രീനിവാസ തിരുവേങ്കടമുടയാ. ജയ ഗോവിന്ദ മുകുന്ദ അനന്ത ശ്രീനിവാസ തിരുവേങ്കടമുടയാ. ഈ കീർത്തനങ്ങളൊക്കെ വളരെ പ്രശസ്തമാണ്. എന്നാൽ ഇവയേക്കാളൊക്കെ മുകളിൽ നമ്മളെല്ലാവരും നെഞ്ചേറ്റിയ അതിസുന്ദരമായ ഒരു കൃതി ഈ രാഗത്തിലുണ്ട്. ലളിതാദാസരുടെ അതിമനോഹരമായ ഒരു കൃതിയാണത്. പാവന ഗുരു പവന പുരാധീശമാശ്രയേ. പാവന ഗുരു പവന പുരാധീശമാശ്രയേ. ഗുരു പവന പുരാധീശമാശ്രയേ. ആഹാ, ലളിതാദാസരുടെ ഈ കീർത്തനം കേൾക്കാത്ത ഒരു സംഗീതപ്രേമി ഉണ്ടാവുമോ? പ്രിയപ്പെട്ടവരെ, ധാരാളം ഗാനങ്ങളില്ല എന്ന് ഞാൻ പറഞ്ഞു. ഹംസാനന്ദി രാഗം വളരെ തീക്ഷ്ണമായ ഭാവം പ്രകടിപ്പിക്കുന്ന രാഗമാണെന്ന് പറഞ്ഞു. എങ്കിലും ഈ രാഗത്തിലെ ചില ഗാനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുന്നു. ആ ഗാനങ്ങളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. വെണ്ണക്കൽ കൊട്ടാരവാതിൽ നമുക്കായി തുറക്കും സങ്കൽപ്പ സൗഗന്ധികങ്ങൾ നമുക്കായി വിടരും. പുതിയൊരു പുലർക്കാലം തിരിയൊഴിയുകയായി. മിഴിനീർ തുടയ്ക്കുക, ഇനി നീ തനിച്ചല്ലെന്നറിയുക കൺമണി. പോരു പോരു വെണ്ണക്കൽ കൊട്ടാരവാതിൽ. ആഹാ, എത്രയോ മധുരോധരമായൊരു ഗാനമാണ് രവീന്ദ്രൻ മാഷും കൈതപ്രസാദും ചേർന്ന് നമുക്ക് നൽകിയത്. അലക്സ് പോളിന്റെ സംഗീതത്തിൽ നമ്മളുടെ വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികളിൽ അതിസുന്ദരമായ തേനോലുന്ന ഒരു ഗാനമുണ്ട്, നമ്മളെല്ലാവരും നെഞ്ചേറ്റിയ. കാത്തിരുന്ന പെണ്ണല്ലേ കാലമേറെയായില്ലേ, മുള്ളുപോലെ നൊന്തില്ലേ, നോവിലിന്ന് തേനല്ലേ, വൈകി വന്ന രാവല്ലേ, രാവിനെന്തു കുളിരല്ലേ, ഉള്ളിലുള്ള പ്രണയം തീയല്ലേ. ബോംബെ രവി സാറും കൈതപ്രം കൂട്ടുകെട്ടിൽ പിറന്ന മനോഹരമായൊരു ഗാനമാണ്. ജ്വാലാമുഖികൾ തഴുകീറങ്ങി മാനസ ഗംഗാരാഗം. കാവാലം നാരായണ പണിക്കർ സാറിന്റെ മനോഹരമായ രചനയിൽ നമ്മുടെ ശ്യാമിന്റെ സംഗീതത്തിൽ പിറന്നൊരു ഗാനമാണ്. ശിവങ്കരി സദാ വശങ്കരി, ശിവങ്കരി സദാ വശങ്കരി, പ്രപഞ്ചം നിറയെ ചിലങ്ക ഇളക്കി സകല ശുഭകരി, ശിവങ്കരി സദാ വശങ്കരി. ദൈവമെവിടെ
ദൈവമുറങ്ങും ദേവാലയമെവിടെ? മണ്ണിലെ ദുഃഖത്തിൻ ചുമടു താങ്ങിയ പെണ്ണിനെ സൃഷ്ടിച്ച ദൈവമെവിടെ? 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 സുന്ദരമായ ഒരു മെലഡി. ഇത് ഹിന്ദുസ്ഥാനി രാഗമായ സോഹ്നി, നമ്മളുടെ ഹംസാനന്ദിയുടെ തുല്യമാർന്ന രാഗമാണ്. ആ രാഗത്തിൽ ബാബുക്ക ചിട്ടപ്പെടുത്തിയതാണ്. അതുപോലെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ജയചന്ദ്രൻ സാറിൻ്റെ മനോഹരമായ ഒരു ഗാനമാണ്, കൈതപ്രത്തിൻ്റെ വരികളാണ്. ഹേ കൃഷ്ണ ഗോപി കൃഷ്ണ യദുമുരളി ഗായക, ഹേ കൃഷ്ണ മധുരാനാഥ വ്രജയുവതി വല്ലഭ. ഞാനീ നടയിൽ ഉരുകും പോലെ ചിരി തൂകി നിൽപ്പതെന്തു നീ കണ്ണാ. ജയചന്ദ്രൻ സാറിന്റെ തന്നെ മറ്റൊരു ഗാനം, അത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മഹാകവി പി ഭാസ്കരൻ സാറിന്റെ അതിമനോഹരമായ ഒരു കവിതയാണ്. പണ്ടത്തെ കളിത്തോഴൻ പണ്ടത്തെ കളിത്തോഴൻ കാഴ്ച വയ്ക്കുന്നു മുന്നിൽ, രണ്ടു വാക്കുകൾ മാത്രം ഓർക്കുക വല്ലപ്പോഴും, ഓർക്കുക വല്ലപ്പോഴും. വേണി ഇഗ്നേഷ്യസ് സാറും ബിച്ചു തിരുമല സാറിന്റെയും കൂട്ടുകെട്ടിൽ പിറന്ന അതിസുന്ദരമായ ഒരു ഗാനമാണ്. പൂവുകൾ പെയ്യും മധുവും വണ്ടുകൾ നെയ്യും ശ്രുതിയും ഭൂപട നെഞ്ചിൽ താളം തട്ടും സമയം. ആയിരം കലകൾ തൻ ആദിരൂപരേഖ രാജി തെളിയും, ആയിരം കലകൾ തൻ ആദിരൂപരേഖ രാജി തെളിയും. അതിസുന്ദരമായൊരു ഗാനം. ദാസേട്ടനും സുജാത ചേച്ചിയുമാണ് ഇത് പാടിയിരിക്കുന്നത്. അർജുനൻ മാഷും അതുപോലെ വയലാർ സാറും ചേർന്ന് അതിമനോഹരമായ ഒരു ഗാനം ഹംസാനന്ദി രാഗത്തിലുണ്ട്. ഭാമിനി ഭാമിനി പ്രപഞ്ച സൃഷ്ടിയുടെ വെറുമൊരു പഞ്ചലോഹ പ്രതിമയല്ലോ നീ. മനുഷ്യനും ദൈവവും സൗന്ദര്യം നൽകിയ മായാരൂപിണി നീ. അതേപോലെ കൈതപ്രം സാറ് അദ്ദേഹം സംഗീതവും വരിയും ചെയ്ത അതിസുന്ദരമായ ഒരു ഗാനമാണ്. എവിടെയൻ ദുഃഖം മറച്ചു വയ്ക്കും ഞാനെങ്ങനെ കണ്ണീരടക്കി നിർത്തും, ഉള്ളിൽ കൊടുങ്കാറ്റു വീശിയണയുമ്പോൾ എങ്ങനെ ഞാൻ സ്നേഹവീണമീട്ടും തോഴി. അതിസുന്ദരമായ ഭാവാർദ്രമായ ഒരു മെലഡിയാണിത്. തമിഴിലേക്ക് പോയി കഴിഞ്ഞാൽ ധാരാളം ഗാനങ്ങൾ ഹംസാനന്ദി രാഗത്തെ സമ്പന്നമാക്കുന്നു. വേദം അണുവിലുമൊരു നാദം, നാൻ പാടും രാഗങ്ങൾ നാദവിനോദം. പൊട്ടുവൈത്ത് പൂമുടിക്കും നില, തേരിൽ വരും മുല, കാതലിക്ക് കാർത്തികை മാதம் വിട. വെക്കപ്പെട്ട് சொக்கி நிற்கும் நில, மாலையிடும் விழ, തേരിൽ ഇன்று പഴയ കഥ പാടും കഥ. മറ്റൊരു മനോഹരമായ ഗാനമാണ് ഹേ ഒരു പൂഞ്ചോലയാടാടുത്, ഹേ ഒരു പൊന്മാலை തോൾ சேருது. മലർകളിൽ മുന്നും പിന്നും പനിത്തുളി മിന്നും മിന്നും ഓർ പൂമാലൈ അതിൽ തേൻ ഇவ்வேளை
മന്നൻ മാർബിൽ തവഴ്ന്നിടുമ്പോത് എന്നെ നാനേ നിനപ്പത് ഏത് ഇന്നവാനം ഭൂമിയാവും മയങ്കിടുവോർ പൂമാലൈ. ഇളയരാജ സാറിൻ്റെ സുന്ദരമായ ഒരു ഗാനമാണ്. നമ്മളുടെ മനോയും ചിത്രയുമാണ് ഇത് പാടിയിരിക്കുന്നത്. MS വിശ്വനാഥൻ സാറിൻ്റെ അതിസുന്ദരമായ ഒരു ഗാനം ഹംസാനന്ദി രാഗത്തിലുണ്ട്. സുശീലാമ്മയാണ് അത് പാടിയിരിക്കുന്നത്. നിனைத்தால் போதும் பாடுவேன், அணைத்தால் கையிலாடுவேன், சலங்கை துள்ளும் ஓசையில் கலங்கும் கண்ணை மாற்றுவே, கலங்கும் கண்ணை மாற்றுவே. ഇളയരാജ സാർ മനോഹരമായി പാടിയ അദ്ദേഹത്തിൻ്റെ തന്നെ സംഗീതത്തിലുള്ള ഒരു ഗാനം ഹംസാനന്ദി രാഗത്തിലാണ്. ഗാനക്കുയിലേ കണ്ണുറക്കം പോണതടി, കാതൽ കവിതൈ നെഞ്ചെഴുതി പാടുതടി, மன்னனிடம் போய் வர மங்கை நிலை கோரிட, தென்றல் இன்று தூது செல்லுமா, சொல்லடி என் தோழியே, ഓ சொல்லടി എൻ തോഴിയേ. ആ ഗാനം ഇളയരാജ സാറിൻ്റെ തന്നെ മറ്റൊരു സംഗീതം ജാനകിയമ്മ പാടിയ നീ പാടും പാടൽ ഏത്, താളത്തിൽ சேராതെ പാടലുണ്ടാ, രാഗത്തിൽ ഇല്ലാതെ ഗീതം ഉണ്ടാ, ഭാവങ്ങളില്ലാതെ വാഴ്വിൽ നീ പാടും പാടൽ ഏത്. ഹിന്ദി ഗാന ശാഖയിലേക്ക് പോയാലും തത്തുല്യമായ സോഹ്നി രാഗത്തിൽ ധാരാളം ഗാനങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. SN ത്രിപാഠി എന്ന മഹാസംഗീതജ്ഞൻ്റെ ഈണത്തിൽ ശൈലേന്ദ്ര എന്ന മഹാകവി രചിച്ച് നമ്മളുടെ അനശ്വര ഗായകൻ മുകേഷ് സാർ പാടിയ അതിമനോഹരമായ ഒരു ഗാനം സോഹ്നി രാഗത്തിലുണ്ട്. ജൂമത്തി ചലേ ഹവാ യാദ് ആ ഗയാ കോയി ബുസത്തി ബുസത്തി ആഗ് കോ ഫിർ ജലാ ഗയാ കോയി ജൂമത്തി ചലി ഹവാ. അതേപോലെ നമ്മളുടെ ലതാജിയും റഫി സാഹബും പാടിയ അതിസുന്ദരമായ ഒരു ഗാനം സോഹ്നി രാഗത്തിലുള്ളത് നാരായൺ റാവുവിൻ്റെ സംഗീതമാണ്. ഭാരതവ്യാസാണ് അതിൻ്റെ രചന നിർവഹിച്ചിട്ടുള്ളത്. കുഹു കുഹു ബോലേ കോയലിയ, കുഹു കുഹു ബോലേ കോയലിയ, കുഞ്ച് കുഞ്ച് മേ ഭോവ്രേ ഡോലേ, ഗുൻഗുൻ ബോലേ കുഹു കുഹു ബോലേ കോയലിയ. പ്രിയപ്പെട്ടവരെ, ഭക്തിഗാന ശാഖയിലേക്ക് പോയാലും ഈ രാഗത്തിൽ അധികം ഗാനങ്ങൾ കണ്ടെത്താൻ നമുക്ക് സാധിക്കില്ല. എങ്കിലും ഏത് ദുഷ്കരമായ രാഗത്തിലും, ഏത് സങ്കീർണമായ രാഗത്തിലും, ഏത് മധുരോധരമായ രാഗത്തിലും ഒരുപോലെ മധുരോധരമായ സംഗീതം ചമയ്ക്കുന്ന മഹാസംഗീതജ്ഞൻ, ഭക്തിഗാനോപാസകനായ നമ്മളുടെ TSC ഈ രാഗത്തിൽ ഗാനങ്ങൾ ചെയ്തിട്ടുണ്ട്. ദാസേട്ടൻ്റെ തരംഗടിയുടെ അഗ്രേ പശ്യാമി എന്ന ആൽബത്തിൽ അതിമനോഹരമായ ഒരു ഗാനം ഹംസാനന്ദി രാഗത്തിൽ TSC ചെയ്തു. ദാമോദരൻ സാറിൻ്റെ വരികളാണ്. പാവന ഗുരു പാടും ലളിതാദാസർത്തൻ ഭാവന ഗുരുവായൂരുണരുന്നിതാ, പാവന ഗുരു പാടും ലളിതാദാസർത്തൻ ഭാവന ഗുരുവായൂരുണരുന്നിതാ, ഹംസാനന്ദിയാം ദക്ഷിണവച്ചിവൻ, ഹംസാനന്ദിയാം
ദക്ഷിണ വച്ചിവൻ കംസാരിവധം തൊട്ടു തൊഴുകുന്നീതാ. സംസാര ദുരിതങ്ങൾ അകലുന്നിതാ. പാവന ഗുരു പാടും ലളിതാദാസർത്തൻ ഭാവന ഗുരുവായൂരുണരുന്നിതാ. ആഹാ, എത്ര മധുരോദരമായ ഗാനമാണ്! ഹംസാനന്ദി രാഗത്തിൻ്റെ സർവ്വ സൗന്ദര്യവും ആവാഹിച്ച് ദാസേട്ടൻ പാടിയ TSC ചെയ്ത അതിസുന്ദരമായ ഗാനമാണിത്. TSCയുടെ തന്നെ മറ്റൊരു സുന്ദരമായ ഗാനം, അതും ദാസേട്ടൻ തന്നെയാണ് പാടിയിരിക്കുന്നത്. പവിഴമല്ലി എന്ന ആൽബമാണ്. അത് എഴുതിയിരിക്കുന്നത് രമേശൻ നായരാണ്. സൂര്യകാലടിയുടെ ഗണപതി ഹോമത്തിന് സൂര്യൻ തിരി തെറുക്കുന്നു, വിളക്കിനു സൂര്യൻ തിരി തെറുക്കുന്നു. അഭിഷേകം കഴിഞ്ഞമ്മ പട്ടും പതക്കവും അണിഞ്ഞൊരുങ്ങിടുന്നു, എന്നെ അടുത്തേക്കു വിളിക്കുന്നു. സൂര്യകാലടിയുടെ ഗണപതി ഹോമത്തിന് സൂര്യൻ തിരി തെറുക്കുന്നു, വിളക്കിന് സൂര്യൻ തിരി തെറുക്കുന്നു. ഇനി സംഗീതത്തിൽ നമ്മൾ ഈശ്വരതുല്യനായിട്ട് കാണുന്ന, നമ്മൾ ഇപ്പോൾ പറഞ്ഞ TS രാധാകൃഷ്ണൻ സാർ പോലും ഗുരുനാഥനായിട്ട് കാണുന്ന നമ്മളുടെ പ്രിയങ്കരനായ സംഗീതജ്ഞൻ ദക്ഷിണാമൂർത്തി സ്വാമി. അദ്ദേഹത്തെ പറയുമ്പോൾ നമ്മൾ കൈകൂപ്പണം. അത്രയും സമ്പന്നമായ സംഗീത പാരമ്പര്യമുള്ള നമ്മുടെ ദക്ഷിണാമൂർത്തി സ്വാമി അതിമനോഹരമായ ഒരു ഗാനം ചെയ്തിട്ടുണ്ട്. അതും നമ്മുടെ ദാസേട്ടൻ തന്നെയാണ് പാടിയിരിക്കുന്നത്. അതും തരംഗിണിയുടെ ആൽബം തന്നെയാണ്. മുരുകൻ്റെ ഭക്തിഗാനങ്ങളാണ്. ആ ഗാനം നിങ്ങൾക്ക് വേണ്ടി. ആടികൾ തൊഴാം സ്വാമി കനിയണേ, സാക്ഷാൽ കാർത്തികേയനുള്ളിൽ നിറയണേ, തിരുകടാക്ഷം എന്നിൽ വീഴണേ, എന്നും തൊഴുന്നു ഞാൻ വേലാവേലയ്യാ. ആടികൾ തൊഴാം സ്വാമി കനിയണേ. ഏറെ പ്രിയപ്പെട്ടവരെ, ഹംസാനന്ദി എന്ന ഭാവതലങ്ങളെ തീക്ഷ്ണമായി ഉൾക്കൊള്ളുന്ന ഈ രാഗം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഈ രാഗത്തിൻ്റെ അന്തസ്സത്തെ അറിയുവാൻ ഈ രാഗത്തിലെ കൃതികൾ കേൾക്കുക. അതുപോലെ ഗാനങ്ങൾ കുറവാണ് എങ്കിലും കേൾക്കാൻ ശ്രമിക്കുക. ഈ രാഗത്തിൻ്റെ അലയൊലികൾ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് എത്തട്ടെ. NSK രാഗപരിചയത്തിൽ സംഗീതത്തിൻ്റെ പുത്തൻ വിശേഷങ്ങളുമായി വീണ്ടും വരാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം നിലമ്പൂർ സുനി.